കർത്താവിൽ പ്രിയരെ, സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുകയുണ്ടായി. 20-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. 20-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അപ്പം നാം സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മിലൂടെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ, പിതാവിൻ്റെ ആത്മാവാണ്. ആത്മാവിൻ്റെ കൃപയാലാണ് നമ്മൾ സംസാരിക്കുന്നത്. 21-ാമത്തെ വാക്യം, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൻ മകനെയും, മകൻ അപ്പനെയും, സഹോദരൻ സഹോദരിയെയും, സഹോദരി സഹോദരനെയും ഇങ്ങനെ തുടങ്ങി പരസ്പരം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ, ആത്മഹത്യകളുടെയും കൊലപാതകത്തിൻ്റെയും അവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴും ഉള്ളത്. ഇതിനിയും പെരുകി വരും. നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയും ഇനി അധികരിച്ചു വരത്തേ ഉള്ളൂ. ഓരോ വ്യക്തികൾക്കും എതിരായി മറ്റുള്ള മനുഷ്യർ എഴുന്നേറ്റുകൊണ്ട്, മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലുകയും 22-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. യേശുവിൻ്റെ നാമം നിമിത്തം എല്ലാ വ്യക്തികളും, കാരണം യേശുക്രിസ്തു സത്യമാണ്. ആ ഒരു സത്യത്തിൽ നിൽക്കുമ്പോൾ, നീതിയിൽ നിൽക്കുമ്പോൾ, മറ്റുള്ള വ്യക്തികളെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ലഭിക്കില്ല എന്നാകുമ്പോൾ, നമ്മൾ നിൽക്കുന്ന സത്യത്തിനും നീതിക്കുമാകുമ്പോൾ, നമ്മൾ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൃത്യമായിട്ടും അവിടെ മറ്റുള്ള വ്യക്തികളുടെ ഒരു എതിർപ്പ് നമ്മളിലേക്ക് വരും. ജാതി മാറ്റുന്നു, മറ്റു കലഹങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ യേശുവിൻ്റെ നാമനിമിത്തം നമ്മളെ എല്ലാവരും പകയ്ക്കുന്ന, ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മളെ പകയ്ക്കുന്ന, അത് കുടുംബത്തിൽ നിന്ന് തന്നെ എഴുന്നേൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അതൊരു വലിയ ഒരു ആത്മീയ മർമ്മം തന്നെയാണത്. അവസാനം വരെ നമ്മൾ സഹിച്ചു നിൽക്കണം. അവസാനം വരെ നമ്മൾ സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അവസാനം വരെ സഹിക്കുന്ന എന്താണ്? നമ്മളെ ഇതേപോലെ പീഡിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, നമ്മളെ ഏറ്റവും സ്നേഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ഒരുപാട് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പോകാനുള്ള യാതൊരുവിധ വഴിയുമില്ലാത്ത രീതിയിലായിരിക്കും ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും, എങ്ങനെയൊക്കെയാണെങ്കിലും, ഏതൊക്കെ തടവറയിലാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിട്ട് കളയാതെ മുറുകെ പിടിച്ചുകൊള്ളുക. അവസാനം വരെ പിടിച്ചു നിൽക്കുക. പിടിച്ചേക്കുന്ന ഒരു പിടി, ആ ഒരു പിതാവിൻ്റെ കയ്യിലേക്ക് പിടിച്ചേക്കുന്ന പിടി നമ്മൾ വിടാൻ പാടില്ല. മുറുകെ പിടിച്ചുകൊള്ളുക. പിടിച്ചുകൊണ്ട് നമ്മൾ അവസാനത്തോളവോ അത് സഹിച്ചു നിൽക്കണമെന്നാണ് ആ വാക്യത്തിൽ അവിടെ കാണാം. സഹിക്കണം. നമ്മൾ സകലത് സഹിക്കേണ്ടുന്നവരാണ്. സഹിച്ച് നമ്മൾ പിടിച്ചു നിൽക്കണം. എന്ത് കാര്യങ്ങൾ വന്നിരുന്നാലും അതൊക്കെയും യേശുവിന് വേണ്ടിയിട്ട്, എൻ്റെ അപ്പന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ സഹിക്കുവാനുള്ള കൃപ, ആ ഒരു കൃപയിൽ നമ്മൾ നിൽക്കണം. ഇന്ന് ഉപദേശിക്കാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. ഉപദേശിക്കുന്നവരെ കൃത്യമായിട്ട് അതേ വാക്കുകളാൽ തന്നെ പിശാച് പരീക്ഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇന്നിത് പറയുമ്പോഴും എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ നിൽപ്പാനുള്ള ആ ഒരു ധൈര്യം എൻ്റെ കർത്താവ് തരുന്നുണ്ടാകും. ഇന്ന് നിങ്ങളോടും പറയുവാനുള്ളൊരു കാര്യം ഇതാണ്: പിതാവിൻ്റെ ധൈര്യത്തിൽ നമ്മൾ നിന്നുകൊള്ളുക. യേശു നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മൾ കൃപയാൽ പിടിച്ചു നിന്നുകൊള്ളുക, സഹിച്ചു നിന്നുകൊള്ളുക. 23-ാമത്തെ വാക്യം, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ.
നമ്മൾ ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ ചെല്ലുന്നു. ആ സുവിശേഷം അറിയിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ ചില വ്യക്തികൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചാൽ അവരോട് തിരിച്ച് വഴക്കിടാനല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. അവരോട് താഴ്മയായി നിന്നുകൊണ്ട് നമ്മൾ അടുത്തടുത്തേക്ക് ഓടിപ്പോവുക, നടന്നു പോകാനെന്നല്ല. കാരണം അവിടെ നിന്ന് നമ്മൾ ഓടി ഒളിച്ചേക്കുക. നമ്മൾ അവർക്ക് പിടികൊടുക്കാതെ, പിശാചിനൊരു അവസരം കൊടുക്കാതെ നമ്മൾ അവിടേക്ക് മാറിപ്പോവുക. നമ്മൾ അവരോട് താഴ്മയായിട്ട് ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക. അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്കും അവരോട് തർക്കിച്ച് ജയിക്കാൻ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക. കർത്താവ് ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനായിട്ടുള്ളൊരു കൃപ എനിക്കും തരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്ന്, കാരണം നമ്മളെ അയച്ചിരിക്കുന്നത് എന്തിനാണ്? ഇന്ന് പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന വ്യക്തികളെ മോചിച്ചെടുക്കുവാനാണ്. നമുക്കെതിരെ അക്രമങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളെ പിശാച് അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അവർക്കെതിരെ തിരിച്ച് മല്ലിടാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പിശാചിന് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള തലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു നമ്മളോട് കാണിച്ചു തന്നത് രീതിക്കനുസരിച്ച് യേശു എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തന്നത്? ക്രൂശിൽ സകല വിധത്തിലും എങ്ങനെയാണോ അതിൽ ഓരോ കാര്യത്തിലും യേശു ജയിച്ചത്, അതുപോലെ നമ്മളും ജയിക്കേണ്ടുന്ന രീതി കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം നമുക്കെതിരെ ഒരാൾ വന്ന് നമ്മൾ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുക. തിരിച്ചടിക്കാനല്ല കർത്താവ് പറഞ്ഞത്. കേസും കൊടുത്ത് അവരെ വീണ്ടും ഹനിച്ചു കളയാനല്ല പറഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് പ്രാർത്ഥന വേണ്ടെന്ന് പറയും, ഞങ്ങളുടെ രാജ്യത്തിൽ സുവിശേഷം പറയണ്ടെന്ന് പറയും, എന്തൊക്കെ പറഞ്ഞിരുന്നാൽ അവർ അടിമത്തത്തിൽ കിടക്കുന്നവരാണെന്നുള്ള ബോധ്യം സുവിശേഷം അറിയിക്കുന്നവർക്കുണ്ടാകണം. സ്തോത്രം. ഒരു വലിയൊരു കാര്യമാണത്. നമുക്കത് തിരിച്ചറിവുണ്ടാകണം. നമുക്ക് ബോധം ഉദിച്ചവരാണ്. ബോധം ഉദിക്കാതെ നിൽക്കുന്ന വ്യക്തികളാണ് അവിടെ. ബോധം ഉദിച്ച വ്യക്തികൾക്ക് പോലും തിരിച്ച് പ്രതികരണ ശേഷി വരുന്നു. അവിടെ അവരെ തകർക്കാനുള്ള, അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മളാണ് വലുതെന്ന് കാണിക്കാനുള്ള ഒരു ചിന്ത വരുന്നു. എന്നാൽ യേശു പറയുന്നത് അതല്ല വേണ്ടുന്നത്. നമ്മൾ അവിടെ നിന്ന് ഓടി മാറുക. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എനിക്ക് വെളിപ്പെട്ടൊരു മർമ്മം ഇതാണ്. നമ്മൾ സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, സുവിശേഷീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഒരുപാട് കഷ്ടത്തിലേക്കിട്ട് അലട്ടാതെ കണ്ട്, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യർ, നമ്മളെ ഉപദ്രവിക്കുന്ന മനുഷ്യർക്കെതിരെ നമ്മൾക്ക് പ്രതികരിക്കാതെ, അല്ലെ ഒരുപാട് ഉപദ്രവത്തിലേക്ക് നമ്മളെ ഇട്ടുകൊടുക്കാതെ മനുഷ്യപുത്രൻ തിരിച്ചു വരുന്നൊരു സമയമാണത്. അവിടെ അതൊന്നുകൂടി നമ്മൾ എടുത്തു വായിച്ചാൽ, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് നമ്മൾ സുവിശേഷം പറഞ്ഞ് നമ്മൾ തീരുന്നതിന് മുമ്പ് ഇതേപോലെ ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന, അതങ്ങ് ഒരു ഉപദ്രവം അങ്ങേയറ്റം രീതിയിൽ എത്തുന്നിടം വരെയല്ല, അതിൻ്റെ ഇടയിൽ കർത്താവ് വരും. ആമേൻ. സ്തോത്രം. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സുവിശേഷം പറയുവാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ദൈവസന്നിധിയിൽ ശ്രദ്ധിച്ചിറങ്ങുക, നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുക, നമ്മൾ തന്നെ താഴ്മയും സഹനവും കർത്താവിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങുക. ഹല്ലേലൂയ. സ്തോത്രം. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.